അയാള് തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു. അത് ആ അടിക്കാലത്ത് അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് ഞാൻ ഞാൻ അറിയണം മര്യാദ എടുത്തോണ്ട് വിറ്റോളാം. കുറെ ആയിട്ട് ഞാൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെ കസറ, ഇവിടെ വന്ന് തന്റെ കൊമ്പൊന്നും എടുക്കണ്ട, തന്റെ കൊമ്പൊന്നും എടുക്കണ്ട, പറയണ കേട്ടാ മതി. പറയാൻ വേറെ വല്ലതും വേറെ വിളിച്ചു ചർച്ച. അത് ഞാന് വിളിച്ചത് താൻ പറഞ്ഞ അതെ, നിങ്ങൾ വേറെ വല്ലതും പോയി ചർച്ച ചെയ്യണം. അതെ, നിങ്ങളെ മുമ്പ് ചർച്ച ചെയ്യാനല്ല, തന്നെ തന്റെ മുമ്പ് ചർച്ച ഞാൻ പറഞ്ഞു. ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. ഇവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് എടോ ഒരു ചുക്ക് മറിചരിക്കാനില്ല. കുറെ നാളായി ഇവർ ഈ റിപ്പോർട്ടർമാർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിച്ച് അവർ വലിയ കേവന്മാരാകുക. ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുമ്പോ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നത്? നിങ്ങൾ നാലിക്കണം അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ ചാടിക്കയറി കൊത്താൻ വന്നത്? അതൊക്കെ വേറെ വല്ലതും എടുത്താൽ മതി. ഞാനേ ഇവരുടെ ആരുടെയും ആനുകൂല്യത്തിൽ ഇവരെത്ര പേര് പറഞ്ഞിട്ടും എനിക്കൊരു ചുക്കും സമ്പാദിക്കാതെ ഞാൻ ഇവരുടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കണത്. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, എനിക്ക് രാഷ്ട്രീയവും ഇല്ല, എനിക്കൊരു രാഷ്ട്രീയപ്പുറത്തെ വാലുമല്ല ചൂലുമല്ല. ഞാൻ ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നു, പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും.